ബാറ്റർമാർ വിളയാടുന്ന ഈ IPL-ൽ 111 എന്ന ഈ ചെറിയ സ്കോർ ഡിഫെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നാണ് ചോദ്യമെങ്കിൽ പഞ്ചാബിന് പറ്റും എന്ന് തന്നെയാണ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടെ ഉത്തരം. അതെ, പഞ്ചാബ് നേടിയിരിക്കുന്നു. വാട്ട് ആൻ അമേസിംഗ് ത്രില്ലർ. 111 റൺസിന് ഓൾ ഔട്ട് ആയപ്പോൾ, കേവലം 111 റൺസിന് ഓൾ ഔട്ട് ആയപ്പോൾ പഞ്ചാബ് പഞ്ചർ എന്ന് ട്രോളിയ സകല മക്കൾക്കും വായടപ്പിച്ചുകൊണ്ടുള്ള മറുപടി. അതെ, IPL-ൽ ഏറ്റവും ചെറിയ സ്കോർ ഡിഫെൻഡ് ചെയ്ത പിള്ളേർ ശ്രേയസ് അയ്യരും പിള്ളേരും 16 റൺസിന് മത്സരം തൂക്കിയിട്ടുണ്ട്. അതെ, ശ്രേയസും പിള്ളേരും താഴത്തില്ലടാ. ഇതിൽ എടുത്തു പറയേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഇംപാക്ട് സബിന്റെയും ഫ്ലാറ്റ് വിക്കറ്റിന്റെയും ഒക്കെ കാലത്ത് താരതമ്യേന ഹൈ സ്കോറിംഗ് പിച്ച് എന്നറിയപ്പെടുന്ന ഛത്തീസ്ഗഡിലെ ആ പിച്ചിൽ IPL-ൽ ഏറ്റവും ലോ സ്കോർ എന്നറിയപ്പെടുന്ന 111 റൺസ് ശ്രേയസും പിള്ളേരും ചേർന്ന് അങ്ങ് ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഈ ഫ്ലാറ്റ് വിക്കറ്റുകളും ഇംപാക്ട് സബുകളും ചേർന്ന് ബാറ്റർമാർക്ക് അനുകൂലമാകുന്ന ഒരു സാഹചര്യമാണ് കണ്ടുവന്നിരുന്നത്. ശ്രേയസും പിള്ളേരും കൂടി അതങ്ങൾ ഡിഫെൻഡ് ചെയ്ത് തൂക്കി എന്ന് പറഞ്ഞാൽ മത്സരം അമേസിംഗ് തന്നെ ആയിരുന്നു എന്ന് വേണം പറയാൻ. ഇനി പറയാനുള്ളത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോടാണ്. അയാളെ ക്യാപ്റ്റനെ പരിഹസിച്ച് അയാളെ പുറത്താക്കിയ KKR-നോട് തന്നെയാണ്. ഒരിക്കലും ഇനി അയാളിലെ ക്യാപ്റ്റനെ പരീക്ഷിക്കരുത്. ഓ, എന്തൊരു വിജയം, അസാമാന്യ വിജയം, അപ്രാപ്യമായ വിജയം എന്ന് തന്നെ വേണം പഞ്ചാബിന്റെ വിജയം പറയുവാൻ. നന്ദി യുസ്വേന്ദ്ര ചാഹൽ, ജാൻസൺ ആൻഡ് മാക്സി, അർഷദീപ് സിംഗ്, എല്ലാവരോടും പ്രത്യേകിച്ച് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരോടും പഞ്ചാബിന്റെ ഈ കിടവെട്ട വിജയത്തിന് നന്ദി നന്ദി നന്ദി. മത്സരത്തിലേക്ക് വന്നാൽ ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് 111 റൺസ് ഒതുങ്ങുന്നു. അവരുടെ ഓപ്പണിംഗ് വിക്കറ്റ് പാർട്ണർഷിപ്പ് കണ്ടു കഴിഞ്ഞാൽ പഞ്ചാബ് ഒരു 200 റൺസ് അടിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ ഹർഷിത് റാണയുടെയും സുനിൽ നരയിന്റെയും ഒക്കെ ഓവറുകൾ അവരെ തുലച്ചു കളഞ്ഞു എന്ന് വേണം പറയാൻ. ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ നന്നേ ബാറ്റിംഗിൽ നിരാശപ്പെടുത്തി. പക്ഷേ മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ആ ഒരു പഞ്ചാബിനെ കണ്ടത് സലിം കുമാർ പറയുന്നത് പോലെ, നിങ്ങൾ സിക്സർ അടിക്കും, ഞങ്ങൾ വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ടേയിരിക്കും. അത്തരത്തിലുള്ള ഒരു സംഭവമാണ് കണ്ടത്. മത്സരത്തിലേക്ക് വന്നാൽ 111 എന്ന സ്കോർ ചേസ് ചെയ്യുന്നത് പഞ്ചാബിന്, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ഒരിക്കലും അപ്രാപ്യമായിരുന്നില്ല. തുടക്കത്തിലെ 2 വിക്കറ്റുകൾ വീഴ്ത്തുന്നു. പക്ഷേ ക്യാപ്റ്റൻ അജിങ്ക്യ രഹാനെ ചേർന്ന കൂട്ടുകെട്ട് 62 റൺസിന് 2 വിക്കറ്റ് എന്ന നിലയിലേക്ക് പോകുന്നു. പഞ്ചാബ് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല അവിടെ തങ്ങൾ ജയിക്കുമെന്ന്. പക്ഷേ അപ്പോഴാണ് ആ രാജകുമാരൻ വന്നത്. സ്പിന്നിന്റെ രാജകുമാരൻ യുസ്വേന്ദ്ര ചാഹൽ അവതരിച്ചത്. അവിടെ നിന്ന് ചഹൽ അങ്ങോട്ട് തുടങ്ങുന്നു. നല്ല ടച്ചായി നിൽക്കുന്ന അജിങ്ക്യ രഹാനെ ആ ഓവറിൽ തന്നെ വീഴ്ത്തുന്നു. പിന്നീട് അങ്ങോട്ട് KKR-ന്റെ മധ്യനിര ബാറ്റർമാരെ 3 ബാറ്റർമാരുടെ വിലപ്പെട്ട വിക്കറ്റുകൾ ചഹൽ സ്വന്തമാക്കുന്നു. അതോടുകൂടി KKR ചീട്ടുകൊട്ടാരം പോലെ തകരുന്നു. അവസാന ഓവറുകളിൽ വിക്കറ്റ് വീഴ്ത്തിയ ജാൻസണും അർഷദീപ് സിംഗും കൂടി മത്സരം തിരിച്ചുപിടിച്ചതോടെ പഞ്ചാബ് 16 റൺസിന് വിജയിക്കുന്നു. അവസാന ഓവറുകളിലെ അർഷദീപ് സിംഗിന്റെ പ്രകടനം മികച്ചതായിരുന്നു. 9ാമത്തെ വിക്കറ്റ് എടുക്കുന്ന പ്രകടനം മികച്ചതായിരുന്നു. ലാസ്റ്റ് 16ാമത്തെ ഓവറിൽ ആദ്യ പന്തിൽ തന്നെ KKR-ന്റെ 10ാമത് വിക്കറ്റ് കൂടി വീഴ്ത്തിക്കൊണ്ട് മാർക്കോ യാൻസനും കൂടി KKR-ന്റെ പതനം പൂർത്തിയാക്കുന്നു. അമേസിംഗ് വിക്ടറി. ഇത്തരത്തിലുള്ള കളികളാണ് നാം IPL-ൽ ആസ്വദിക്കേണ്ടത്. ബാറ്റർമാരുടെ മാത്രം പറുദീസയല്ല ഇത്. ഞങ്ങൾ ബൗളർമാരുടെ കൂടെയാണെന്ന് തെളിയിക്കുന്ന ഒരു മത്സരമായിരുന്നു. മത്സരം കാണാത്തവർക്ക് നഷ്ടം തന്നെയാണ്. ദയവ് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.